പുലികളിയിലെ പെൺ സാന്നിധ്യം നിമിഷ ബിജോയ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ 3 വർഷമായി ഈ ഒരു പുലികളി രംഗത്ത് എത്തിയിരിക്കുന്നു. ഇത്തവണ ഏത് ദേശത്തിനെ പ്രതികരിച്ചാണ്? ഒറ്റ ദേശം തന്നെ ഇറങ്ങിയേക്കണം, സീതാറാമിൽ ദേശം. 3 വർഷമായിട്ട് അവരുടെ കൂടെ തന്നെയാണ്. എങ്ങനെയാണ് ഈ ഒരു വർഷത്തെ പുലികളിയെ എങ്ങനെ കാണുന്നു? തകർക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുക, ഏതാനും മണിക്കൂറുകൾ മാത്രം. എന്താണ് ആശം ചെയ്യണമെന്ന് നമുക്കറിയില്ല. നമ്മുടെ ആർട്ടിസ്റ്റ് സസ്പെൻസാണെന്നാണ് പറഞ്ഞത്. ഞാൻ വെയിറ്റ് ചെയ്യണം. ഈ പുലികളിലേക്ക് ഈ ഒരു സ്ത്രീ സാന്നിധ്യം കൂടിക്കൂടി വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം കുറിച്ചിരുന്നു. കൂടി വരുന്നെന്ന് പറഞ്ഞാൽ പോലും പലർക്കും പേടിയും ഭയമാണ് ഇറങ്ങാനായിട്ട്. അപ്പം കൂടുതൽ അവസരങ്ങൾ കിട്ടുക ലേഡീസിനും അല്ല. ഇപ്പോൾ ലേഡീസ് അല്ല ആണെന്നും പെണ്ണെന്നും അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇപ്പോഴത്തെ കാലത്ത്. എല്ലാവരും ഒരേപോലെ തുല്യത്വം ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പം മടിച്ചു നിൽക്കാതെ പെൺകുട്ടികൾ എല്ലാവരും ഇറങ്ങാം. എല്ലാ മേഖലയിലേക്കും പെൺകുട്ടികൾ കൂടുതൽ വരട്ടെ. അപ്പം ഞാൻ തന്നെ എല്ലാവർക്കും ഒരു പ്രചോദനമാട്ടെ. ഞാനിപ്പോൾ 3ാമത്തെ വർഷമാണ്. എനിക്കത് വലിയ റിസ്ക് ആയിട്ട് തോന്നണില്ല. പിന്നെ എനിക്ക് തൃശ്ശൂർ പുലികളി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളും കൂടിയാണ്. ഭയങ്കര ജ്വരമാണ് നമുക്ക് ആ കൊട്ടും മേളം കേൾക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ ഹാപ്പി ആയിട്ട് തന്നെ ഇവരെന്നെ ഇറക്കി വിടുന്നോളം പറയും ഇവരുടെ കൂടെ തന്നെ ഞാൻ ഉണ്ടാവും. തീർച്ചയായിട്ടും ആ ഒരു വൈബ് ഏറ്റുപിടിച്ച് വരിക എന്നുള്ളതല്ലേ ശരിക്കും? എന്തുകൊണ്ടായിരിക്കും ഈ പെൺകുട്ടികൾ ഈ രംഗത്തേക്ക് വരാൻ ഒരു പേടി കാണിക്കേണ്ട കാര്യം? ചിലപ്പോൾ കോസ്റ്റ്യൂമിൻ്റെ അങ്ങനത്തെ ആയിരിക്കാം, മേ ബി ആയിരിക്കാം. നമുക്കിപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ അതിനൊക്കെ ഒരു ഇതുണ്ടല്ലേ ശരിക്കും? അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നമുക്ക് പെൺകുട്ടികൾക്ക് സുഖമായിട്ട് ഇത് കോസ്റ്റ്യൂം ധരിച്ച് അതിൻ്റെ മുകളിലാണ് നമ്മൾ പെയിന്റ് അടിക്കുന്നത്. അല്ലാതെ നമ്മൾ നേക്കഡായിട്ട് നിന്നിട്ടല്ല അടിക്കുന്നത്. അതിന് നമുക്ക് കോസ്റ്റ്യൂം ഉണ്ട്. പിന്നെ കാണുന്ന ആൾക്കാരെ കണ്ണിന് കുരുവായാലും നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത്രേ ഉള്ളൂ. ഈ എങ്ങനെയാണ് ശരിക്കും ഈ ഒരു മേഖലയ്ക്ക് ഇപ്പോൾ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു? അപ്പോൾ ഈ ഒരു പുലികളിലെ രംഗത്തേക്ക് എത്താനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? അതായത് ഞാൻ കോട്ടയം ജില്ലയിലാണ് ജനിച്ച് വളർന്നതൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഇങ്ങനെ ഞങ്ങൾ ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ളൂ പുലികളി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇവിടെ ചാലക്കുടിയിൽ മണിച്ചേട്ടനോട് ഇഷ്ടം കൊണ്ട് ചാലക്കുടി വന്ന് സെറ്റിലായ ഒരാളാണ്. അപ്പം പുലികളി അവിടെ ചാലക്കുടി വന്ന് നമ്മൾ കാണും. ബിൽഡിങ്ങിനൊക്കെ മുകളിൽ നിന്ന് നമുക്ക് ദൂരെ നിന്ന് കാണും. അപ്പോൾ കാണുമ്പോൾ നമ്മൾ അവിടെ നിന്ന് സ്റ്റെപ്പൊക്കെ ഇങ്ങനെ വെക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ച് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് വെച്ചു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു നീ ഒന്ന് ചോദിച്ച് നോക്കുമെന്നും പറഞ്ഞൊരു നമുക്ക് രതീഷേട്ടൻ്റെ നമ്പർ തന്നു. അപ്പോൾ രതീഷേട്ടനെ നമ്മൾ വിളിച്ചപ്പോൾ പറഞ്ഞു നോക്കാം മോളെന്ന് പറഞ്ഞു. ആദ്യം നമ്മൾ അയ്യന്തോളിലാണ് ചെന്നത്. അവിടെ ചെന്നപ്പോൾ അവർ നമ്മളെ പബ്ലിസിറ്റി ഒക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അവർ നമ്മളെ ഇറക്കിയില്ല. അപ്പോൾ ഉടനെ തന്നെ ഇവരെ സീതാറാമിൽ ദേശക്കാരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ കൂടെ തന്നെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഇതപ്പോൾ 3ാമത്തെ വർഷവും അവരെന്നെ കൈനീട്ടി സ്വീകരിച്ചു. ഞാൻ ഇറങ്ങണം. അപ്പോൾ വരും വർഷങ്ങളിലും ഈ ഒരു സീതാറാമിലിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂരുണ്ടായിരിക്കും? തീർച്ചയായിട്ടും അവരെന്നെ ഇറക്കി വിടുന്നോടെ വരെ ഉണ്ടാവും. നമ്മൾ വേറെ ടീമുകാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരു ആവശ്യത്തിന് എനിക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് ഇവരാണ് എന്നെ കൈപിടിച്ച് കയറ്റിയത്. അതുകൊണ്ട് എനിക്ക് ഇവരുടെ കൂടെ തന്നെ നിൽക്കാനാണ് താല്പര്യം. നമ്മളിവിടെ വരുമ്പം എല്ലാവരും എൻ്റെ ഒരു കൂടപ്പുറപ്പ് പോലെ തന്നെയാണ്. ഞാനൊരു പെണ്ണായിട്ട് അവരെന്നെ മാറ്റി നിർത്താറില്ല. എനിക്കിവിടെ ഫുൾ ഫ്രീഡായിട്ട് നിന്നിട്ട് അവരുടെ കൂടെ തന്നെയാണ് ഞാൻ പുലി കളിച്ച് നിൽക്കുന്നത്. മറ്റൊരു ജില്ലയിൽ വന്ന് തൃശ്ശൂരിൽ സെറ്റിൽ ചെയ്തതാണ്. അപ്പോൾ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ എല്ലാ ആഘോഷങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കുന്ന ആളുകളാണ്. പൂരത്തിൻ്റെ അത്രത്തോളം ആവേശമാണ് ഈ പുലികളിക്കും. അതെ, ഈ അങ്ങനത്തെ ഒരുപാട് കലാരൂപങ്ങൾ കണ്ടറിഞ്ഞിട്ടുണ്ട്. ഈ പുലികളി അത്രത്തിൽ ഈ പൂരത്തിന്റെ അത്രത്തോളം ആവേശത്തോടു കൂടിയാണ് ആളുകൾ ഏറ്റെടുക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം. ലേഡീസ് ഇല്ലല്ലോ, മൊത്തം ജെൻസാണ് അതിനകത്തുള്ളത്. പക്ഷേ ഇനി ലേഡീസൊക്കെ വരണം, ഒരുപാട് ലേഡീസ് വരണം. അവർക്ക് അവസരങ്ങൾ കിട്ടണം. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിനെന്തായാലും ഞാനും മുന്നിൽ തന്നെ ഞാൻ നിൽക്കണം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട്. എല്ലാവരും ഇപ്പോൾ ഈ ഒരു വേഷം ഞാൻ ഇറങ്ങിക്കഴിയുമ്പോഴത്തേനും പറയും ഞങ്ങളുണ്ടെന്ന് പറയും. പക്ഷേ ആ സമയമാകുമ്പോൾ പറയുമോ ഞാനില്ല, എൻ്റെ വീട്ടിൽ ചീത്ത പറയും, അല്ലെങ്കിൽ ഹസ്ബൻഡ് ചീത്ത പറയും, അങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് കമൻറ്റ്സ് വരും, അങ്ങനെയൊക്കെ പറയും. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എന്തായാലും ഇത്തവണ കപ്പടിക്കാനുള്ള ഒരു ഒരുക്കത്തിൽ തന്നെയാണ്. നമ്മളൊക്കെ പഠിക്കും. തീർച്ചയായും അത് തന്നെയാണ് ആ ഒരു വലിയ സന്തോഷമാണ് ഇപ്പോൾ നിമിഷ ബിജോയ് നമ്മോട് പങ്കുവച്ച. ഇത്തരത്തിൽ സ്ത്രീ സാന്നിധ്യവും ഈ ഒരു പുലികളിയിലേക്ക് എത്തിത്തുടങ്ങുന്നു, അല്ലെങ്കിൽ എത്തണം എന്നുള്ളൊരു കാര്യമാണ് അവരും പങ്കുവെക്കുന്നത്. എന്തായാലും അണിയറയിലെല്ലാം ഒരുങ്ങിത്തുടങ്ങിയിരിക്കുന്നു. ഇനി വൈകിട്ട് ഈ ശക്തൻ്റെ തട്ടകത്തിൽ പുലികൾ എത്തുന്ന അല്ലെങ്കിൽ കാടിളക്കി വരുന്ന ആ ഒരു ദൃശ്യം അത് കാണാൻ വേണ്ടി കണ്ണുനട്ട് കാത്തിരിക്കുകയാണ് തൃശ്ശൂരിലെ ഓരോ കാണികളും.